ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രണ്ട് സ്ക്രീനിലായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് ഒരു വശത്ത് ED ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളുമായി പോകുന്ന വാഹനവ്യൂഹമാണ്, ED ആസ്ഥാനത്തേക്ക് പോകുന്ന വാഹനവ്യൂഹം. മറുവശത്ത് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് AG's ഓഫീസ് വരെ DYFI നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് DYFI പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. AG's ഓഫീസ് വരെയാണ് മാർച്ച് നീളുക. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കം മാർച്ചിന് നേതൃത്വം നൽകുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ED നീക്കത്തിൽ രാജ്യവ്യാപകമായ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച DYFI മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന്, ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ രാജ്യമൊട്ടാകെ പ്രതിഷേധം. രാജ്യ തലസ്ഥാനത്ത് നിരോധനാജ്ഞയ്ക്ക് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ, ഒപ്പം ED ആസ്ഥാനത്തിന് മുൻപിലൊക്കെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതീവ സുരക്ഷാ വലയത്തിലാണ് രാജ്യ തലസ്ഥാനം. ഇന്ദ്രപ്രസ്ഥം. എന്താണെങ്കിലും അർജുൻ പീതാംബരനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അർജുൻ, ED അറസ്റ്റിൽ ആം ആദ്മി തളരില്ല എന്നാണ് നേതാക്കളെല്ലാം മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം വ്യക്തമാക്കിയത്. അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് ആരോപിച്ചാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചതും. ഇന്ത്യ മുന്നണിയും സമാനമായ നിലപാട്. EDയുടെ വേട്ടയാടൽ BJP രാഷ്ട്രീയമായി തളർത്താൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. വരും ദിവസങ്ങൾ, അതായത് ഇന്ന് രാത്രി നാളെ രാവിലെ ഒക്കെ ഇന്ദ്രപ്രസ്ഥം പ്രതിഷേധ ചൂടിൽ കത്തും എന്നുറപ്പിക്കാം അല്ലേ? സേതു, തീർച്ചയായിട്ടും ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് ഈ ഒരു അറസ്റ്റിന് പിന്നിൽ. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ്, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഒരു അഴിമതി കേസിൽ EDയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്, അറസ്റ്റിലായിരിക്കുന്നത്. മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ ED ആസ്ഥാനത്ത് തുടങ്ങാൻ പോകുന്നു. തീർത്തും ഈ ഡൽഹി മുഴുവനായിട്ടും പ്രതിഷേധമുണ്ട്. ഡൽഹി മാത്രമല്ല, രാജ്യവ്യാപകമായി തന്നെയാണ് BJPക്കെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, അവരുടെ പ്രവർത്തകരെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നത്. വിവിധ നേതാക്കളുടെ, രാഹുൽ ഗാന്ധി, സീതാറാം യെച്ചൂരി, തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അല്പം മുൻപ് അല്ലെങ്കിൽ
ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ആ ഇലക്ട്രൽ ബോണ്ട്, അതിൽ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പാർട്ടിക്ക് എത്രയൊക്കെ രൂപ കൊടുത്തു എന്നുള്ള വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ED സംഘം 12 പേരുമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുന്നത്. അകത്ത് കയറുന്നു. 2 മണിക്കൂർ നീണ്ട ചോദ്യങ്ങൾക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ ED ആസ്ഥാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു. 20 മിനിറ്റിനകം തന്നെ ഇവിടെ ED ആസ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ എത്തും. തീർത്തും ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്ത, ഒരു അറസ്റ്റ് വലിയ രീതിയിൽ തന്നെ, പ്രത്യേകിച്ചും ഡൽഹിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് അടുത്ത ഒരു 2 മാസത്തെ തിരഞ്ഞെടുപ്പ്, അതിൽ ഡൽഹിയിൽ കഴിഞ്ഞ 2019 7 സീറ്റും BJP തൂത്തുവാരിയെങ്കിൽ അതിൽ വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമായി ഡൽഹിയിൽ വരുന്നത്. 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നു. അതിനെ ചെറുക്കാൻ വേണ്ടി 7ൽ 6 സീറ്റുകളിലും സിറ്റിംഗ് MP-മാരെ മാറ്റി നിർത്തി പുതിയ ആൾക്കാരെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ BJP എത്തിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറെ നാളായി ആം ആദ്മി പാർട്ടി ഭയപ്പെട്ടിരുന്ന ആ ഒരു സംഭവം, ആ ഒരു അറസ്റ്റ്. ആം ആദ്മി പാർട്ടിയല്ല, നേതാക്കൾ മാത്രമല്ല, സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ പോലും പല കുറി പല വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. അവസാനത്തേതാണെങ്കിൽ ഈ കേരളം കേന്ദ്രത്തിനെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ വെച്ച് നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ എത്തിയ അരവിന്ദ് കെജ്രിവാൾ അന്ന് ആ വേദിയിൽ വെച്ച് പോലും പറഞ്ഞിരുന്നു, പ്രതിപക്ഷത്തെ നേതാക്കളെ EDയെ ഉപയോഗിച്ച്, ITയെ ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു, താനും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള കാര്യം. അതിതാ ഇപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്പ നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ ഇവിടെ ED ആസ്ഥാനത്തേക്ക് എത്തിക്കും. പിന്നീട് അവരുടെ പൂർണ്ണമായിട്ടുള്ള പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും വീഡിയോ റെക്കോർഡിംഗ് ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ, അതിൽ വിശദമായിട്ടുള്ള ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി അറിഞ്ഞുകൊണ്ട് മറ്റ് ഈ അഴിമതിയിൽ തന്നെ മുങ്ങിക്കുറിച്ച് അല്ലെങ്കിൽ അഴിമതി ആരോപണത്തിൽ പിടിയിലായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലും ED കസ്റ്റഡിയിലുമായി ജയിലിലുള്ളവരുമായി ഉള്ള ബന്ധങ്ങൾ, മറ്റ് വ്യവസായ ഭീമമാരുമായുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയും. അതിൽ അരവിന്ദ് കെജ്രിവാളിനുള്ള പങ്ക് എന്താണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് EDയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ചും ആം ആദ്മിക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണമുണ്ട്, വിശദീകരണമുണ്ട്. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് പറയുന്നൊരു കാര്യം തന്നെയുണ്ട്. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ പാർട്ടികളെ, പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നു. ഒപ്പം കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ നിന്നും ഉൾപ്പെടെ അടർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ട് കേന്ദ്രത്തേക്ക് പോകുന്ന നേതാക്കളെ അവർ വളർത്തുന്നു എന്നുള്ള കാര്യം കൂടി, അവർക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ആരോപണത്തിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ട് തന്നെയാണ് ഇതിനെ പ്രതിപക്ഷം പൂർണ്ണമായിട്ടും, ഇന്ത്യ സഖ്യം പൂർണ്ണമായിട്ടും കാണുന്നത്. അതിൽ തന്നെ നേതാക്കളുടെ പ്രതികരണവും വരുന്നുണ്ട്. അതായത് ഒരു തരത്തിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യ സഖ്യത്തെ തളർത്തില്ല. ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും, ഡൽഹിയിൽ ജയിലിനകത്ത് വെച്ചായാൽ പോലും സർക്കാരിനെ നയിക്കാൻ അരവിന്ദ് കെജ്രിവാൾ തന്നെയുണ്ടാവും. ഒരിക്കലും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ച് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരില്ല. ജയിലിനകത്ത് വെച്ചാണെങ്കിൽ അങ്ങനെയായാലും അരവിന്ദ് കെജ്രിവാൾ തന്നെ ഭരിക്കുമെന്നുള്ള കാര്യം കൂടി ആം ആദ്മി പാർട്ടി പറയുന്നുണ്ട്.